നമസ്തേ. 40 ബാങ്ക് അക്കൗണ്ടുകളിലായി 106 കോടി 1500-ൽ പരം ഹിന്ദു സ്ത്രീകളെ മതപരിവർത്തനം നടത്തിയെന്ന ആരോപണ വിധേയനായ ചങ്കൂർ ബാബ എന്ന ജലാലുദ്ദീന്റെ ബാങ്കിൽ വന്ന പണത്തിന്റെ കണക്കുകളാണ് മുകളിൽ പറഞ്ഞത്. ജലാലുദ്ദീൻ നേതൃത്വത്തിൽ ഉത്തർപ്രദേശിൽ നടത്തിയ അനധികൃത മതപരിവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ഉത്തർപ്രദേശ് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡാണ് ദിവസങ്ങൾക്ക് മുമ്പ് ഇയാളെ പൊക്കിയത്. പാവപ്പെട്ടവരായ, നിർധനരായ, വിധവയായ സ്ത്രീകളെയാണ് പ്രധാനമായും ഇയാളുടെ റാക്കറ്റ് ലക്ഷ്യമിട്ടിരുന്നത്. ഇതല്ലാതെ നടത്തിയ മതപരിവർത്തനങ്ങൾ വേറെ. ഇയാളുടെ ഈ അനധികൃത മതപരിവർത്തനങ്ങൾക്ക് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നടക്കം പിന്തുണയും ഫണ്ടും ലഭിച്ചിട്ടുണ്ട് എന്ന് ATS കണ്ടെത്തിയിട്ടുമുണ്ട്. ചാന്ദ് ആലയ ദർഗ കേന്ദ്രമാക്കി വർഷാവർഷം നടക്കുന്ന ഉർസിൽ വിദേശികരായ അതിഥികളെ ക്ഷണിച്ചു വരുത്തിയാണ് ഇയാൾ മതപരിവർത്തന ശ്രമങ്ങൾ പദ്ധതിയിട്ടിരുന്നത് എന്ന് മാത്രമല്ല, ബൽറാംപൂർ പോലുള്ള ജില്ലകളിൽ മതകേന്ദ്രങ്ങൾ സ്ഥാപിച്ച സ്ഥലത്തെ ജനസംഖ്യ തങ്ങൾക്ക് അനുകൂലമായി എടുക്കാൻ ശ്രമിച്ചത് വേറെ കാര്യം. കസ്റ്റഡിയിലിരിക്കുന്ന ഇയാളുടെ അനധികൃത കെട്ടിടം യോഗിയുടെ സർക്കാർ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കിയിട്ടുമുണ്ട്. ഇയാളുടെ ഈ വീട്ടിൽ നിന്നും മതപരിവർത്തനം നടത്താനായി ഉദ്ദേശിച്ചിട്ടുള്ള ആളുകളുടെ ജാതി തിരിച്ചുള്ള ലിസ്റ്റും കിട്ടിയിട്ടുണ്ട്. വണ്ടിയിൽ മോതിരവും മറ്റും വഴിയോരങ്ങളിൽ വിറ്റ് നടന്നിരുന്ന ഇയാളുടെ ഇന്നത്തെ ആസ്തി ആരെയും ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്. അത് നേടിയതോ ഇന്ത്യയെ മുറിവേൽപ്പിച്ചുകൊണ്ടും. ഇയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത മറ്റൊരു രേഖയിൽ ഇന്ത്യയെ മത സാമ്രാജ്യമാക്കാനും പദ്ധതിയിട്ടിരുന്നു. ഇത്തരം മതമൗലികവാദികളെ കൃത്യമായി നേരിടുന്നതിന് രാജ്യത്ത് മുഴുവൻ കൃത്യമായ മാതൃക നൽകിയ 2 പേരാണ് യോഗി ആദിത്യനാഥും ഹിമന്ത ബിശ്വ ശർമ്മയും. മോദി സർക്കാരിന്റെ തീവ്രവാദത്തിനെതിരെ സീറോ ടോളറൻസ് എന്ന നയം നടപ്പിലാക്കുന്നത് ഇവർ 2 പേരുമാണ്. ഇപ്പോൾ ജലാലുദ്ദീൻ എന്ന ചങ്കൂർ ബാബയുടെ അനധികൃത കെട്ടിടം മണ്ണിൽ പതിഞ്ഞു കഴിഞ്ഞു.